ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലും കപ്പയ്ക്കും സാധനം മേടിക്കാൻ പോകുന്നൊരു വ്ലോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എല്ലും കപ്പയും വെച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യാൻ. പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. അപ്പോൾ നമ്മൾ എല്ലും കപ്പയ്ക്കുള്ളൊരു പ്രിപ്പറേഷൻ വീട്ടിൽ വന്നതിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലീവിനൊക്കെ പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എല്ലും കപ്പയും കഴിക്കുന്നത്. അല്ലെങ്കിൽ നാട്ടിലുള്ള സമയത്ത് പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കും. യുഎയിൽ വന്നതിന് ശേഷം എല്ലും കപ്പ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു വികാരം തരുന്നൊരു ഫുഡായി മാറി. കാരണം നമ്മൾ നാട്ടിലെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമുക്ക് യുഎയിൽ വന്നതിന് ശേഷം നല്ല ബീഫ് കിട്ടാതെയോ അല്ലെങ്കിൽ നല്ല കപ്പ കിട്ടാതെയൊക്കെ നമ്മൾ കുറച്ച് സ്ട്രഗിളൊക്കെ ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും നമ്മൾ പിന്നെ മാർക്കറ്റിലൊക്കെ പോയി നല്ല ബീഫും നല്ല കപ്പയൊക്കെ നോക്കി മേടിച്ച് വല്ലപ്പോഴും നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഒരു ഐറ്റമാണ് ഈ എല്ലും കപ്പ എന്ന് പറയുന്നത്. അതെനിക്കൊന്ന് എല്ലാ പ്രവാസികൾക്കും മനസ്സിലാവും. എപ്പോഴും നമ്മളിത് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു സാധനം നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന അതിൻ്റെ ഒരു വില മനസ്സിലാകത്തില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു രുചിയും വിലയൊക്കെ മനസ്സിലാവുക. എന്തായാലും കപ്പയൊക്കെ റെഡിയായി വന്നു. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബീഫൊക്കെ അമ്മ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ അമ്മേനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ പരിപാടി. നമ്മൾ മാർക്കറ്റിൽ പോയി മേടിച്ചത് കൊണ്ട് തന്നെ കപ്പയാണെങ്കിലും ബീഫാണെങ്കിലും നല്ല അടിപൊളി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്നത് പോലെ തന്നെ ഒരു ഫീല് നമുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി എല്ലും കപ്പയായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ മനസ്സും വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ എല്ലും കപ്പയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.